നല്ല കാര്യം, ജോലിയൊക്കെ പെട്ട സെറ്റാക്കി. ചെലവൊക്കെ വരുവാനി. ഇവിടെ ഓർത്തെ, ഞാൻ പോരാവേ. നീ എവിടെയും അയ്യോ അതിട്ടോണ്ട് പോലെ എനിക്ക് ഇന്റർവ്യൂ ഉള്ളതോ. ഇന്റർവ്യൂവിന് പോകുമ്പോ എന്തിനാടാ ഓട്ടയില്ലാത്ത ഓട്ടയുടെ ഷട്ടി? ഇവിടെ ആകെ ഓട്ടയില്ലാത്ത ഷട്ടി ഒരെണ്ണവാ. അപ്പൊ ഞാൻ തളർന്നു പോടാ കാലം. നമ്മൾ ഇത്രയും പെട്ടെന്ന് അടുക്കുമെന്ന് എന്റെ മനസ്സിൽ പോലും വിചാരിച്ചില്ല മോണിക്ക. അല്ല എന്റെ മോന്തയ്ക്ക് എന്തുവാന്നാ പറഞ്ഞേ? അല്ല, ഞാൻ മോണിക്ക എന്ന് പേര് പറഞ്ഞ. അല്ല, എന്തു പറ്റി ഈ റെസ്റ്റോറന്റ് തന്നെ വരണമെന്ന് പറഞ്ഞു? ഇവിടുത്തെ നല്ല ആംബിയൻസ് അല്ലേ, പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ഫുഡ് വളരെയധികം നല്ലതാ. എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊരു ലൈം മതി. നമസ്കാരം സാർ, എന്തായിരുന്നു വേണ്ടത്? എനിക്ക് ഒരു ലൈം മതി, 2 ലൈം. ശരി. അല്ല, രാവിലെ വിളിച്ചപ്പോ നല്ല ബിസി ആയിരുന്നല്ലോ. അയ്യോ, അത് ഞാൻ എന്റെ ബ്രദറിനോട് സംസാരിക്കുമായിരുന്നു. നെക്സ്റ്റ് വീക്ക് ഞാൻ വീട്ടിൽ പോകും. അല്ല, നാളെവിടായിരുന്നു? ആലപ്പുഴ ജില്ലയിലെ കായംകുളം. കായംകുളം കൊച്ചിയുടെ നാട്. അതെ. അപ്പൊ ചെറിയൊരു കള്ളിയാ? അങ്ങനെയല്ല, ചെറുതായിട്ട്. അതെ, ഞാനേ ഇന്നിവിടെ കാണാം സ്റ്റേ അടിച്ചാലോ എന്ന് ആലോചിക്കോ. പക്ഷെ എനിക്കിവിടെ പരിചയമുള്ള ആരുമില്ല. ഇവിടെ സ്റ്റേക്കുള്ള എന്തെങ്കിലും അറിയാവോ? എന്നാ എന്റെ ഫ്ലാറ്റിലോട്ട് വാ. അത് അവിടെ വേറെ കാണത്തില്ലേ? ഇല്ല, വീക്കെൻഡ് ആയതുകൊണ്ട് പിള്ളേരെല്ലാം അങ്ങ് വീട്ടിൽ പോയി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളേ. ബുദ്ധിമുട്ടാവൂലേ? ഓ, എന്ത് ബുദ്ധിമുട്ട്, നമ്മൾ ഇത്രയൊക്കെ പരിചയമായില്ലയോ, അടുത്തില്ലയോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വാന്നേ. സാറേ, 2 ചായ ഇല്ലേ പറഞ്ഞേ? ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. അല്ല, ചായ അല്ലായിരുന്നു, നാരങ്ങളായിരുന്നു. ചായ അല്ല, എന്തുവായാലും ഇപ്പൊ കൊണ്ടുവരാം സാറേ. ഇയാളെന്താ ഇങ്ങനെ? മൈൻഡ് ചെയ്യണ്ട, ഞാൻ എന്നാ വാഷ്റൂമിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഓ, ടേക്ക് യുവർ ഓൺ ടൈം. ഹലോ, ആടാ, ഞാനിന്ന് വരത്തില്ല കേട്ടോ. ഫ്ലാറ്റ് വരെയൊന്ന് പോണം. ശരി ശരി ശരി. ഓട്ടയില്ലാത്ത ഓട്ട ഇട്ടത് കാര്യമായി. സാറ് പറഞ്ഞ ആപ്പിൾ ജ്യൂസ്. സാർ, ബില്ല് 8,000 രൂപ ബില്ലോ? ഒരു ആപ്പിൾ ജ്യൂസിനോ? ഒരു ആപ്പിൾ ജ്യൂസ് മാത്രമല്ല സാർ, അല്ല സാറിന്റെ പെമ്പറോത്തി ഇവിടുന്ന് കുറെ സാധനം പാഴ്സൽ വാങ്ങിയായിരുന്നു, അതിന്റെ കൂടിയാ. അവള് ബാത്റൂമിൽ പോയിക്കാൻ തിരിച്ചു വരും. ബാത്റൂമിൽ പോകുന്ന വഴിക്ക് പുള്ളിക്കാരി വീട്ടിൽ പോയി സാറേ. തമാശയല്ല, മര്യാദയ്ക്ക് പൈസ തരണം. കുടിച്ചോ പെട്ടെന്ന് കുടി. സാറേ, പേയ്മെന്റ് EMI ഉണ്ടോ? EMI ഒന്നുമില്ല സാറേ. ചേച്ചി ഒന്നും പറയരുത്, ഒരു 7,000 രൂപ വേണം. പണിപാളി, നാളെ വർഷോപ്പ് വന്നേക്കാം, പെട്ടെന്ന് അയക്കാം പ്ലീസ്. ഈ 8,000 വരെ ഞാൻ ഒരു 7,000 അങ്ങോട്ട് വരാം. യോ, മതി. അതാ അടുക്കള. അവിടാണോ ബില്ലടയ്ക്കുന്നത്? ബില്ലടയ്ക്കുന്ന അവിടെ അല്ല, പക്ഷെ പാത്രം കഴുകുന്ന അവിടെ. 7,000 രൂപയ്ക്ക് ബാക്കിയുള്ളതായിരിക്കും. അല്ല, 1000 രൂപയ്ക്ക് പാത്രം കഴിയാൽ മതി. പോയിട്ട് വന്നോ? നീ അഭിലാഷം വിളിച്ചിട്ട് 7,000 രൂപ മേടിച്ചോ? അത് റൂമൊക്കെ എടുക്കുന്നതല്ലേ, ആവശ്യം വരത്തില്ലേ? നിനക്കറിയത്തില്ലേ? എടാ, നീ പൊട്ടനാടോ ഉള്ള വള്ളിയിലെല്ലാം പോയി ചാടാനായിട്ട്, മണ്ടൻ. എവിടെ നമ്മൾ കാണുന്നത്? നീ ഇന്റർവ്യൂവിന് പോയില്ലേ? ഇല്ല, എനിക്ക് രാവിലെ വേറൊരു വർക്ക് വീണു, അപ്പം അത് നോക്കിയിരിക്കുവായിരുന്നു. അവളെ കൺമുന്നിൽ കിട്ടിയിട്ട് താൻ മിസ്സാക്കിയല്ലോടോ. സാറേ, വെയിറ്റർ ചതിച്ച. ഞാൻ അവനോട് ആപ്പിൾ ജ്യൂസ് ചോദിച്ച, അവൻ ലൈം ജ്യൂസ് കൊണ്ട് തന്നു. അതിനാണെങ്കിൽ മധുരവും ഇല്ല. വാഷ്റൂമിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ടേക്ക് യുവർ ഓൺ ടൈം. പിന്നെ ഇടയ്ക്ക് മധുരം ഇടാൻ വേണ്ടി അടുക്കള വരെ പോയ വഴിക്ക് അവള് മിസ്സായി.
ബാത്റൂമിൽ പോകുന്ന വഴിക്ക് പുള്ളിക്കാരി വീട്ടിൽ പോയി സാറേ. ഞാൻ എന്തോ ചെയ്യാനാ? നിന്നെ ആപ്പിൾ ജ്യൂസ് കേട്ടാണോ ഞാൻ അങ്ങോട്ട് വിട്ടത്? അവളെ പിടിക്കാന് അവളെ നീ സാറേ അടുത്ത വട്ടം എന്തായാലും അവളെ പിടിച്ചിരിക്കും, ഉറപ്പാ. ഇനി അവൾ ആരുടെ തലയില കയറാൻ പോകുന്നത് നമുക്ക് ആർക്കറിയാം. നല്ലൊരു ചാൻസ് കൊണ്ട് കളയ തെണ്ടി. സാറേ എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. എന്താണോ? സാറേ മോണിക്ക എന്ന് പറഞ്ഞ പെണ്ണ് എന്നെ പറ്റിച്ചു. ഇവിടെ മെയിൻ പരിപാടി റെസ്റ്റോറന്റ് തട്ടിപ്പാണ്. സാറേ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയി തിരക്കിയാലോ? കാര്യമില്ല, അവർക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമായിരിക്കും. പിന്നെ അവൾ നോക്കുന്ന അടുത്ത റെസ്റ്റോറൻറ്റ് വല്ലതായിരിക്കും. നീ മേടിക്കണ്ട, ഞങ്ങളുടെ 2 കണ്ണുകളും അവരുടെ പുറകെ തന്നെ ഉണ്ട്. അവർക്ക് ഇൻസ്റ്റാഗ്രാമില് 100ഓളം ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. അതുമാത്രമല്ല ആ അക്കൗണ്ടിലൊക്കെ 10 മിനിറ്റ് വീഡിയോ കോൾ ഉണ്ട്. 1000 രൂപ എന്നും പറയും പരസ്യം വരെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 1200 വാച്ച് ചെയ്യാൻ. പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൾ ആളെ ബ്ലോക്കും ചെയ്യും. നാണക്കേട് കാരണം ഈ ആമ്പിള്ളാരും പുറത്ത് പറയത്തില്ല. പേയ്മെന്റ് അയച്ചായിരുന്നല്ലേ? ആ ഓക്കെ എന്നാ ശരി. പൈസ കൊടുത്താലും വീഡിയോ കോൾ കിട്ടത്തില്ല. ബ്ലോക്കിട്. ചുമ്മാ അല്ല എൻ്റെ കുറെ പൈസ പോയിട്ട് ഇവളായിരുന്നല്ലേ അതെല്ലാം. ഇപ്പൊ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യാം, നോക്കിക്കൊണ്ടെങ്കിൽ ഇരുന്ന. സാർ ഇത് എത്ര നാട്ട് അന്വേഷിക്കുമോ? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പുറകെ തന്നെ. സാർ 11 വർഷം. ഞാൻ കോൺസ്റ്റബിൾ ആയ സമയത്ത് അവൾ 300 രൂപയ്ക്ക് വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞ് എന്നെ കണക്ട് ചെയ്താ. വീഡിയോ കോളും ഇല്ല, പൈസയും പോയി. പിന്നാണ് അവൾ 1000 ആക്കിയത്. അങ്ങനെ ആയിരിക്കും സാർ ഇന്നായത്. ഇത്ര നാളായിട്ട് സാറിന് അവരെ പിടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പിടിക്കും, കാണിച്ചു തരാം. പിടിച്ചാൽ മതിയല്ലോ. ചാർജ് കൂട്ടുന്നതിന് മുമ്പ് ഒരു വീഡിയോ കോൾ കിട്ടിയാൽ മതിയായിരുന്നു. നമ്മള് ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് സെറ്റായല്ലേ? ചേട്ടന്റെ സംസാരം കേട്ടപ്പോഴേ ചേട്ടൻ നല്ലൊരു മനസ്സിനുടമയാണെന്ന് എനിക്ക് മനസ്സിലായി. അതങ്ങനാണ്. അല്ല കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊരു ലൈം മതി. സിംപ്ലിസിറ്റി. ചേട്ടാ 1 ലൈമും 2 സ്ട്രോയും. ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നോ? അത്രയും ദൂരമൊക്കെ അല്ലേ? ആ ട്രെയിൻ ബുക്ക് ചെയ്ത്, പക്ഷെ ക്യാൻസൽ ആയിപ്പോയി. അയ്യോ, എന്നാ എന്റെ കൂടെ വാ, ഫ്ലാറ്റ് താമസിക്കാലോ എന്റെ. അല്ല ബാക്കിയുള്ളവരൊക്കെ ഓ കുഴപ്പമില്ല, നീ നമ്മൾ ഇത്രയും പരിചയമൊക്കെ ആയില്ലയോ? അത് വേണോ? കുഴപ്പമില്ല, പോര്. വരാല്ലേ? ഞാൻ എന്നാ വാഷ്റൂമിൽ ഒന്ന് പോയിട്ട് വരട്ടെ. പോണ്ടോ, എനിക്കെന്താ? ഞാൻ പൊളി പൊളിക്കും. നീയേ 7000 രൂപ തന്നിട്ട് പോയാ മതി. എന്റെ പൊന്നേട്ടാ, എന്റെ പൈസ ഇല്ലടാ, ഞാൻ ആകെ ലൈമല്ലേ കുടിച്ചോളൂ. അതിനുള്ള സാധനമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അരി ആട്ടോനൊക്കെ ആളുടെ കുറവുണ്ട്. പോ സാറേ, മോണിക്കയില്ലേ ദയാലിന്റെ പാർട്ടി പങ്കെടുക്കുന്നത് അറിഞ്ഞു സാറേ. ഇവൾ ഇനി എന്റെ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് അറിയണം.